ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ഓക്കെ, ഇന്നപ്പം നമ്മുടെ ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്ന് അത്യാവശ്യം നല്ലൊരു ദിവസമാണെന്ന് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്ന് ഞാൻ എൻ്റെ ലൈവ് ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എങ്ങനെയാണോ ഈ ലെവൽസ് പറഞ്ഞിട്ട് ആ ലെവൽസ് എങ്ങനെയാണോ ആ ലെവൽസിൽ നിന്ന് ട്രേഡ് എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നിഫ്റ്റിയിൽ ആക്ച്വലി ഇന്നൊരു വൺ സൈഡ് റാലി തന്നെയാണ് നടന്നത്. ഓക്കെ, കാരണം പ്രീവിയസ് ആ ഒരു ഡേയിലോ CP ചെയ്തതിന് ശേഷം ഒരു അപ്സൈഡ് നല്ല ഒരു മൊമെൻ്റ് ആയിരുന്നു ഇന്ന് തന്നേക്കുന്നത്. ഓക്കെ, കാരണം ബുള്ളിഷ്. പക്ഷേ എന്നാലും ഒരു പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെയായിട്ടും നിഫ്റ്റിക്ക് സാധിച്ചിട്ടില്ല. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സാധിച്ചിട്ടില്ല. ഓക്കെ, പ്രീവിയസ് ഡേ നമുക്ക് സ്വീപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഒരു മൊമെൻ്റ് ഇതുവരെയായിട്ട് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു കുറച്ചുകൂടെ ഡൗൺ സൈഡ് വന്നതിന് അവിടെ നിന്നൊരു ബുള്ളിഷ് അപ് ട്രെൻഡ് ആയിരിക്കും പോസിബിൾ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ലൈവ് സെക്ഷൻ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സും ആരെങ്കിലും ട്രേഡിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റി 50 ആണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്ത ലൈൻസൊക്കെയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേയിലോ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാനൊരു അപ്സൈഡിലോട്ട് ഒരു ട്രേഡ് എടുത്തത്. ആ ഒരു ട്രേഡ് ടാർഗറ്റ് വരുത്തി. പക്ഷേ ആ ടാർഗറ്റ് നോക്കുമ്പോഴത്തേക്കിന് ആ ടാർഗറ്റിനെക്കാട്ടി വലിയൊരു ടാർഗറ്റാണ് ഹിറ്റ് ആയേക്കുന്നത്. ഓക്കെ, ഇന്നൊരു വൺ സൈഡഡ് അപ്പ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇത്. പിന്നെ നമ്മൾ ടാർഗറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ന് പിന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസങ്ങളായതുകൊണ്ടാണ് നമ്മളെടുത്ത ഒരു ഔട്ട് ഓഫ് ദ മണിയാണ് ആക്ച്വലി ആ ഒരു പ്രീമിയം എടുത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രീമിയത്തിന് അത്ര വലിയ മൊമെൻറ്റം ആദ്യം തുടക്കം തരാഞ്ഞത്. പിന്നെ അത് ഇൻ ദ മണി ആയപ്പോഴത്തേക്കിനും നല്ല മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അറൗണ്ട് ഒരു 100 points അടുത്ത് മൊമെൻറ്റം നടത്തി നിഫ്റ്റിയിൽ തന്നെ. ഓക്കെ, അത് കുഴപ്പമില്ല. നമുക്കെന്നാലും നമ്മുടെ ആ ഒരു ടാർഗറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി അത് ഹിറ്റായല്ലോ. ഓക്കെ, അപ്പോൾ അത് പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ അപ്പോൾ ഇന്നലെ മാർക്ക് ചെയ്തേക്കുന്ന ഈ ലൈൻസാണ് നമുക്ക് വന്നേക്കുന്നത്. ഇതപ്പോൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഒന്ന് സ്വീപ്പ് അയക്കുന്ന ലെവൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ ഓൾറെഡി ഇപ്പം നമ്മുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. നിഫ്റ്റിയിൽ എല്ലാ ക്യാൻഡിൽസും ഇപ്പം അതായത് 18 അതായത് ജൂലൈ 18 വന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ആ ഒരു ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഈ ഒരു ബിയറിഷ് ക്യാൻഡിൽ. ഓക്കെ, ആ ബിയറിഷ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ബാക്കി ക്യാൻഡിൽസ് എല്ലാത്തിൻ്റെയും ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ശ്രദ്ധിച്ച് നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെയും ഡേ ലോ സ്വീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡേ ലോ ബ്രേക്ക് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എന്നാണോ ഈ ക്യാൻഡിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നു അന്ന് ട്രെൻഡ് ചേഞ്ച് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. കാരണം പ്രീവിയസ്ലി നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഓക്കെ, പ്രീവിയസ്ലി നോക്കിക്കഴിയുമ്പോഴത്തേനും മനസ്സിലാവും ഇവിടെ ഈ ഒരു ഏരിയയിൽ ലോ ബ്രേക്ക് ചെയ്താണ് പോയത്. പിന്നെ എന്നാണോ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തത്, അതായത് ഈ ഒരു ഏരിയയിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾ ഓക്കെ എല്ലാ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ബുള്ളിഷ് അപ് ട്രെൻഡാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നാണോ ഈ ലോ ബ്രേക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു അപ് ട്രെൻഡിലേക്കുള്ളൊരു മൊമെൻറ്റം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് നല്ലൊരു അപ് ട്രെൻഡ് റാലി പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇത്രയും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് ഇന്നത്തെ ഡേ ഹൈയും ഡേ ലോയും ഉണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇന്നത്തെ ഡേ ഹൈ ഡേ ലോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 30 minutes 1 hour ഏത് ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം. ഓക്കെ, ആ ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നോക്കാം. ഇനി ഞാനപ്പോൾ ട്രേഡ് എടുത്ത ആ ഒരു എൻട്രി ലെവൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. പിന്നെ നാളത്തെ മാർക്കറ്റിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്ക് ചെയ്തേക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഏതാണ്? 24,426 പിന്നെ 24,295 300 ആ ഒരു റേഞ്ചും പിന്നെ 24,210. ഓക്കെ, ഇത്രയാണ് നാളത്തേക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഓക്കെ, അപ്പം നാളെ ഇൻ കേസ് ഇപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ജസ്റ്റ് ഒരു ഞാൻ എങ്ങനെയാണോ ട്രേഡ് എടുക്കുന്നത് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, നാളെ ഇൻ കേസ് ഇപ്പം ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൈനാണോ സ്വീപ്പ് ചെയ്യുന്നത്? ഓക്കെ, ഈ ലൈൻ സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാനൊരു എൻട്രി ട്രേഡ് എടുക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സ്വീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എൻട്രി എടുക്കത്തില്ല. ഞാൻ അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടേ ഞാൻ ഒരു എൻട്രി എടുക്കത്തുള്ളൂ. ഓക്കെ, അവിടുത്തെ എൻട്രി നോക്കിയിട്ടേ എടുക്കത്തുള്ളൂ. പിന്നെ അപ്സൈഡിലോട്ടുള്ള ഒരു റാലി ആണെന്നുണ്ടെങ്കിൽ അതായത് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ
ബ്രേക്ക് ചെയ്താലും ഞാൻ നോക്കുന്നത് ഇന്നലത്തെ, അതായത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഞാനൊരു എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് വരുന്നത്. അപ്പം നാളെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ഓക്കെ, ഇന്ന് ആക്ച്വലി ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വി ഷേപ്പ് റിക്കവറിയാണ് വന്നത്. ഓക്കെ, എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, വി ഷേപ്പ് റിക്കവറിയാണ് വന്നത്. ഓക്കെ, ഇന്നൊരു വി ഷേപ്പ് റിക്കവറിയാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു റിക്കവറി കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നമുക്ക് നാളെ നോക്കാം. അപ്പം നാളത്തെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ ലെവൽസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ലെവൽസ് ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇന്നത്തെ സ്വിംഗ് ലോ. ഓക്കെ, ഇന്നത്തെ സ്വിംഗ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ഓക്കെ, ഇന്നത്തെ സ്വിംഗ് ലോ, പിന്നെ നമുക്ക് ഈ ഒരു ലെവലും കൂടെ നാളത്തേക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ, ആ ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്, നമുക്ക് ഇതും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് ഒരു ബുള്ളിഷായിട്ട് ഈ ഒരു സൈഡിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ലെവലും കൂടെ നോക്കാം. ഓക്കെ, നാളെ ബാങ്ക് നിഫ്റ്റിയിൽ അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഓക്കെ, 51,515. ഓക്കെ, പിന്നെ 51,000, 50,776, 50,600. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് ലെവൽ. നാളത്തെ അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എങ്ങനെ കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര അഗ്രസീവായിട്ടൊരു ബൈയിങ്ങിലോട്ട് പോകത്തില്ല. ഓക്കെ, കാരണം ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ബിയറിഷ് ട്രെൻഡിലാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഇപ്പം ചാനൽ പാറ്റേൺ ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 മിനിറ്റ്സോ 30 മിനിറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ആക്ച്വലി വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ഇന്ന് മാർക്കറ്റ് സ്റ്റോപ്പ് ആയിരിക്കുന്നതും ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്താണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയതിനു ശേഷം ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് എൻട്രി എടുക്കുന്നതായിരിക്കും നാളെ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അല്ലാതെ പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വേറെ എൻട്രീസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഇനിയും US ഈവൻറ്റ് വരുന്നുണ്ട്. ആ ഒരു ഈവൻറ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്ലോബൽ US മാർക്കറ്റിലെ ഏതെങ്കിലും കമ്പനീസിൽ, അതായത് ഹെവി വെയ്റ്റ്സ് ഉള്ള കമ്പനീസിൽ റിസൾട്ട് മോശമായിട്ട് അങ്ങനെ എന്തെങ്കിലും സിനാരി വരുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ പോലെ ഒരു ഗ്യാപ്പ് ഡൗൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് ന്യൂസ് വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ആക്ച്വലി നിഫ്റ്റി അതൊരു ഗ്രീനിലാണ്, നമുക്ക് നിയർലി ഗ്രീനിലാണ് ക്ലോസ് ചെയ്യാൻ സാധിച്ചേക്കുന്നത്. ഓക്കെ, ഇന്ന് HDFC ബാങ്ക് നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ബജാജ് ഫിനാൻസ്, അങ്ങനത്തെ TCS, ടാറ്റ മോട്ടോഴ്സ്, അദാനി, അങ്ങനത്തെയൊക്കെ L&T ഓക്കെ, അതെല്ലാം നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് ആയിരിക്കണം ഇന്ന് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ഡൗൺ ട്രെൻഡ് നമ്മൾ കാണാഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ചാനലായിട്ട് വരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയായിട്ട് നമുക്കൊരു ചാനൽ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ചാനൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്ന് താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാളത്തെ ദിവസം ഒരു 50,500 ഒക്കെ ലോ ബ്രേക്ക് ചെയ്ത് പോകുന്നത് നമുക്ക് നാളെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രേഡേഴ്സ് നാളത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഓക്കെ, നാളെ പിന്നെ ഫ്രൈഡേ ആണ്. അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് 2 ദിവസം ലീവാണ്. അപ്പം ഹാപ്പി വീക്കെൻഡ്. അപ്പം നാളത്തെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് ഞാൻ നാളെ അല്ലെങ്കിൽ സാറ്റർഡേയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൺഡേയിൽ ഞാൻ ഏതെങ്കിലും ടോപ്പിക്ക് കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പം അതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ വെച്ച് ട്രേഡ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പം SMC എന്നായാലും നിങ്ങളിപ്പോൾ SMC അല്ലെങ്കിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ICT എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫോറക്സിൽ അപ്പം മറ്റ് ബഷ്കറ ചാനൽസ് ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം, അതായത് ഈ SMC അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് സെറ്റായിട്ട് നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിലോട്ട് കയറാവുള്ളൂ. ഓക്കെ, അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയാലും ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നമുക്കിന്ന് വരുന്നത് തന്നെ. ഓക്കെ, നിയർലി ഒരു 10 പോയിൻറ്റ്സ്. ഓക്കെ,
അപ്പോൾ അത്രയും പോയിൻറ്റ്സ് നമുക്ക് SL വരുന്നുള്ളായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് പ്രീമിയം ആ ഒരു മൊമെൻ്റ് ഇല്ലാഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇത് കിട്ടാഞ്ഞത് പ്രീമിയത്തിൽ. ഓക്കെ, പക്ഷേ നമ്മുടെ ചാർട്ടിൽ 1:2.5 അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ നമുക്ക് നാളെ ഞാൻ ഇനിയും ഡെയിലി ട്രേഡ് എടുക്കുന്നത് എന്തായാലും പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡെയിലി ലൈവ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന ലെവൽസ് കാര്യങ്ങളൊക്കെ ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽസ് നിങ്ങളും വാച്ച് ചെയ്യുക. അതിൽ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു ട്രേഡ് നിങ്ങൾ തന്നെ എടുക്കുക. ഓക്കെ, അപ്പം ഹാപ്പി ട്രേഡേഴ്സ്. അപ്പം നാളെ അപ്പം നമ്മുടെ പുതിയ ലെവൽസുമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൺഡേയിലേക്കുള്ള വീഡിയോസ് എന്ന് ജസ്റ്റ് അതിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.